നെല്ലിക്കുന്ന മുഹ്യുദ്ദീൻ പള്ളി റോഡ് കോളണ്ടടിയിൽ വൻ മാലിന്യ കൂമ്പാരം. കാലവർഷം തുടങ്ങാനിരിക്കവേ ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത് പരിസരവാസികളിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. നെല്ലിക്കുന്ന മുഹ്യുദ്ദീൻ പള്ളി റോഡ് കോളിൻ്റടിയിൽ മാലിന്യങ്ങൾ മല പോലെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതുവഴി കാൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും മൂക്കുപൊത്താതെ സഞ്ചരിക്കുവാൻ സാധിക്കില്ല. പരിസരത്ത് താമസിക്കുന്നവർക്കും മാലിന്യം കാരണം ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. മുനിസിപ്പാലിറ്റി റവന്യൂവിന്റെ അധീനതയിലുള്ള സ്ഥലമാണിത്. എന്നിട്ട് പോലും ബന്ധപ്പെട്ടവർക്ക് ഇതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. കാടുകൾ മൂടിക്കിടക്കുന്നതിനാൽ പാമ്പുകളുടെ വാസസ്ഥലമായി ഇവിടം മാറിയിട്ടുണ്ട്. പാമ്പുകൾ റോഡിലൂടെ ഇഴഞ്ഞു പോകുന്നത് നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. തൂഫാൻസ് നെല്ലിക്കുന്ന്, സ്റ്റാക്സ് നെല്ലിക്കുന്ന്, നെല്ലിക്കുന്ന് സ്പോർട്ടിംഗ് എന്നീ ക്ലബ്ബുകൾ മുൻ ജില്ലാ കളക്ടർക്കും MLAയ്ക്കും ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. മുനിസിപ്പാലിറ്റിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിനൊരു പരിഹാര നടപടിക്കായി ഇടപെടൽ നടത്തിയില്ലെന്ന് നാട്ടുകാരും ക്ലബ്ബുകളുടെ ഭാരവാഹികളും പറയുന്നു. ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കാരണം തെരുവ് നായ്ക്കളും പാമ്പുകളും പെരുകുന്നുണ്ട്. പാമ്പുകളുടെയും നായ്ക്കളുടെയും ശല്യം കാരണം സന്ധ്യാസമയമായാൽ ഇതുവഴി നടന്നു പോകുവാനോ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാനോ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് തെരുവ് നായ്ക്കളും പാമ്പുകളും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സ്കൂളുകൾ അവധി കഴിഞ്ഞ് തുറന്നാൽ ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ കൂമ്പാരമായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവിടെ ഒരു അങ്കണവാടിയോ ലൈബ്രറിയോ ക്ലബ്ബോ നിർമ്മിക്കുവാൻ അധികാരികളോട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടത്തെ മാലിന്യങ്ങൾ മഴ പെയ്താൽ ഒഴുകി ഓടയിലേക്ക് വീഴുകയും മഴവെള്ളം പോകുവാനാകാതെ കെട്ടിക്കിടന്ന് റോഡിലേക്ക് വെള്ളമൊഴുകി പോകുന്ന അവസ്ഥയുമുണ്ടാകും. ഇവിടെ നിന്നും മാലിന്യങ്ങൾ കാക്കകൾ കൊത്തിയെടുത്ത് പരിസരവാസികളുടെ കിണറുകളിലും വീട്ടുമുറ്റത്തും കൊണ്ടിടുന്ന സാഹചര്യവുമുണ്ട്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ ആരും മുന്നോട്ട് വരാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.